കാണുന്ന 2 എഞ്ചിൻ റോൾസ് റോയ്സ് ഇന്ത്യ, അതിൽ ഒന്നിന് ഏകദേശം 80 കോടിയോളം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന 747 ഇതുപോലത്തെ 4 എഞ്ചിനുണ്ട്. IDG ആണ് ഈ പറയുന്നത് പോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 747 എഞ്ചിനൊക്കെ അഴിച്ചെടുക്കുന്ന പണിയൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും 747 കോക്പിറ്റ് ആണ്. ഹായ് ഹലോ, ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സെൻറ്റർ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഹാൻ എയർപോർട്ടിൻ്റെ പരിസരത്താണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും കൂടാരം പോലെ കാണുന്നത് കണ്ടോ. ഇത് ഈ എയർപോർട്ടിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കൻ എയർഫോഴ്സിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു എയർബേസ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ കാണുന്ന കൂടാരങ്ങളെല്ലാം അവരുടെ ഫൈറ്റർ ജെറ്റുകൾ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗാരേജ് ആയിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ ഷെൽട്ടറിൻ്റെ മുകളിൽ കൂടെയൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ശത്രുക്കൾക്ക് വേഗം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. അതിനൊക്കെ ശേഷം 1993 ജർമ്മൻകാർക്ക് ഈ എയർപോർട്ട് തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ ഇതിൽ പലതും പല കമ്പനികളുടെയും ഗോഡൗൺ ആയിട്ട് യൂസ് ചെയ്തു പോകുന്നു. അങ്ങനെ ഈ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണിത്. ഫ്ലൈറ്റിൻ്റെ എൻജിൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച കേട്ടോ. ഈ കാണുന്ന 2 എഞ്ചിൻ റോൾസ് റോയ്സ് ഇന്ത്യ, അതിൽ ഒന്നിന് ഏകദേശം 80 കോടിയോളം രൂപ വില വരും. ഇതുപോലുള്ള 4 എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ബോയിങ് 747 ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് 747 കയറി എഞ്ചിൻ അഴിച്ചെടുക്കുന്നതും കോക്പിറ്റും കാര്യങ്ങളും എന്ന് വേണ്ട ബ്ലാക്ക് ബോക്സ് വരെ നമുക്ക് കയറി കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ വരുന്ന സാധനം സ്റ്റാർട്ടർ. ഇതിന്റെ അടിയിൽ F40 എന്തെങ്കിലും സ്ട്രൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ബ്ലേഡ് കട്ടായെന്ന് വെച്ചു, പൊട്ടിപ്പോയെന്ന് വെച്ചു. ഈ എഞ്ചിൻ്റെ വലിപ്പം കണ്ടോ, ഇത്രയും വലിയൊരു സംഭവമാണ് ആ ഫ്ലൈറ്റിൻ്റെ വിങ്സേൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന 747 ഇതുപോലത്തെ 4 എഞ്ചിനുണ്ട്. അതായത് ഒരു വിങ്സിൽ 2 എഞ്ചിൻ. ആ ഗിയർ ബോക്സിലോട്ടുള്ള ഡ്രൈവാണ്. ഗിയർ ബോക്സിനകത്തോട്ടാണ് ഈ IDGയുടെ ഡ്രൈവ്. അപ്പോൾ ഗിയർ ബോക്സിന് ഇതിന്റെ ഡ്രൈവ് കിട്ടും. എന്നിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് IDG എയർക്രാഫ്റ്റിന്റെ ഇലക്ട്രിക്കൽ പവർ ഉണ്ടോ, ബാറ്ററിയുടെ പവറിൽ IDG സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ബാക്കി IDG കറങ്ങി കഴിഞ്ഞിട്ട് IDG ആണ് ഈ പറയുന്നത് പോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രൈവ് വേണമല്ലോ. ആ ഡ്രൈവ് ഇതിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? മറ്റേത് സ്റ്റാർട്ട് ചെയ്ത് വിടുന്നു, ഈ സ്റ്റാർട്ടിങ് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിന് ആ ഡ്രൈവ് എവിടെ നിന്ന് കിട്ടുന്നത്? അത് മറ്റേ ഗിയർ ബോക്സിനകത്ത്. ഓക്കെ, അപ്പം ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഗിയർ ബോക്സ്. എന്നിട്ട് ഇത് തന്നെ റിട്ടേൺ തിരിച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആളാണ് കെവിൻ ജോലി ചെയ്യുന്നത് ഇവിടാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നെയും ജോയലിനെയും കെവിൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് കയറാൻ അത്യാവശ്യം ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഫ്ലൈറ്റിൻ്റെ ജാക്കികളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. ഈ ജാക്കി വെച്ച് ഫ്ലൈറ്റ് പൊക്കി നിർത്തിയാണ് ഇവർ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നത്. തേണ്ട നമ്മുടെ ബോയിങ് 747 അവിടെ കിടപ്പുണ്ടേ, അതൊരു കാർഗോ ജെറ്റാണ്. ഇത്ര കാലം വരെ ഒരു പ്ലെയിൻ കണ്ടിട്ട് ശ്രദ്ധിക്കാത്ത കാര്യമാണ് ആദ്യം നോക്കിയത്. ഇതിൻ്റെ വിങ്സേൽ ഈ എൻജിൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്ര കാലം വരെയും വിചാരിച്ചിരുന്ന ഈ ഫ്ലൈറ്റിൻ്റെ വിങ്സിനൊന്നും വലിയ വെയിറ്റ് ഒന്നും ഇല്ല എന്ന്. പക്ഷേ ഇത്രയും വലിയ 2 എൻജിൻ അതിൽ ഫിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും വെയിറ്റും ഒക്കെ എന്തായിരിക്കും. 747 കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞൻ പാസഞ്ചർ ഫ്ലൈറ്റ് കിടപ്പുണ്ട്, ബോയിങ് 757. നമുക്ക് അതിൽ ഇന്ന് കയറി നോക്കാം. അതായത് ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനമാണ് നമ്മുടെ എയിലറോൺ ഇല്ലേ, എയിലറോൺ മൂവ് ചെയ്യുന്നതും പിന്നെ കഴിഞ്ഞിട്ട് എയിലറോൺ എലിവേറ്റർ ഒക്കെ മൂവ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. അതായത് ഓരോന്നിനുള്ള എഴുതി വെച്ചിട്ടുണ്ട്, സർക്യൂട്ട് ബ്രേക്കർ എന്തിനൊക്കെ ഉള്ളതാന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതിന്റെ പൊസിഷൻ, ഇതിന് ഓരോ പാനലുകൾക്ക് ഓരോ ഇതുണ്ട്. പാസഞ്ചർ പ്ലെയിൻ ആണെങ്കിലും ഇതിന്റെ പൈലറ്റിന്റെ സീറ്റ് വരെ ഊരി വെച്ചേക്കുക. എന്താ അല്ലേ, കാറും ബസ്സും ഒക്കെ ടെസ്റ്റിങ്ങിനും സർവീസിങ്ങിനും ഒക്കെ കയറ്റുന്ന പോലെ പ്ലെയിനിനും ഇതൊക്കെ ചെയ്യണ്ടേ. ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഈ 747 എഞ്ചിനൊക്കെ അഴിച്ചെടുക്കുന്ന പണിയൊന്ന് ആലോചിച്ച് നോക്കി. എന്നാ ഹെവി വർക്കായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇത് ജാക്കി വെച്ച് പൊക്കുന്ന പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവരിവിടെ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ ഒക്കെ വലിപ്പം കണ്ടു. വെയിറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട, 10 കിലോയുടെ 20 കിലോയുടെ ഒക്കെ ഡമ്പൽ എടുക്കുന്ന പോലെ. ഇത് ഇത്രയും ഭാഗം മാത്രമേ ഇത്രയും ഫ്രീ ആണല്ലോ. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, വീല് കറക്കണമെന്നുണ്ട്. അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ട് ടേൺ ആവുന്ന ഏത് സൈഡിലോട്ടാണ് ആ സൈഡിലോട്ട്. ഇതേണ്ട ഇതിൻ്റെ ഒരു എഞ്ചിൻ കാണുന്നില്ലല്ലോ, ഒരു എഞ്ചിൻ ഓൾറെഡി ഊരി എടുത്തു കേട്ടോ.
747 ജാക്കി ഫിറ്റ് ചെയ്യുന്നത് കണ്ടോ. ഈ സാധനമാണ് ഈ ജാക്കിംഗ് പോയിന്റിൽ വരുന്നത്. ഇത് ജാക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഓരോ ഫ്ലൈറ്റിനും ഓരോ ജാക്ക് അഡാപ്റ്റർ ഉണ്ട്. ഓരോ ഫ്ലൈറ്റിനും ഓരോ ടൈപ്പ് ജാക്ക് അഡാപ്റ്റർ. ആ ജാക്ക് അഡാപ്റ്റർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ജാക്കും ഉണ്ട് അല്ലേ? എല്ലാ ജാക്കിലും എല്ലാ അഡാപ്റ്ററും സെറ്റ് ആകുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഫ്ലൈറ്റിൻ്റെ ലാൻഡിംഗ് ഗിയർ കയറി പോകുന്നത്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടയർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഫ്ലൈറ്റിന് എഞ്ചിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ലാൻഡിംഗ് ഗിയർ. ലാൻഡിംഗ് ഗിയറിന്റെ ലിവർ മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലാൻഡിംഗ് ഗിയർ ഒരു കാരണവശാലും എന്താ പറയണ്ടേ തിരിച്ച് റിട്രാക്ട് ആയി പോകാതെ എയർക്രാഫ്റ്റ് ഇന്ന് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ വരുന്നത്. ആ പിന്നെ നീ ഇതേ കയറി നോക്കി നിനക്ക് മനസ്സിലാവും. ആ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റുള്ളൂ. കെവിൻ ഇവിടുത്തെ ടീം ലീഡർ ആട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഇനി നമുക്ക് 747 അകത്തേക്ക് കയറാം. ഇതൊരു കാർഗോ ഫ്ലൈറ്റ് ആണെന്ന് മുമ്പേ പറഞ്ഞല്ലോ. എന്താണേലും ഇതിൻ്റെ മുൻവശത്തേക്ക് എത്തണമെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിന് അപ്പർ ഡെക്കും ലോവർ ഡെക്കും എല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് അപ്പർ ഡെക്കിൽ കയറി കോക്പിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാ ഈ കൺട്രോൾ കേബിളുകൾ പോകുന്ന ഇതെല്ലാം ഓരോ എലിവേറ്ററിനും റഡറിനും എയിലറോണിനും എന്താ പറയണ്ടേ THS-നും ഒക്കെ ഉള്ള കൺട്രോൾ കേബിളുകളാണ്. കേബിൾ ഇൻസ്പെക്ഷൻ വരും. ഈ കേബിൾ എവിടെ വരെ പോകുന്നുണ്ടെന്ന് നോക്കി. ഇത് കഴിഞ്ഞിട്ട് ആ എയർക്രാഫ്റ്റിന്റെ ടെയിൽ വരെ പോകും ഈ സാധനം. അപ്പൊ ആ ടെയിലോട്ടുള്ളത് ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ മേളിലത്തെ ഈ കേബിളിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിലും വലിയ പ്രത്യേകത. ഇത് 747-ന്റെ കോക്പിറ്റ് ആണ്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിൽ കയറിയിരുന്നു. കെവിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിടാൻ പറ്റും. പക്ഷേ നമുക്കിന്ന് ഇച്ചിരി സമയക്കുറവുള്ളത് കൊണ്ടാണ് അതിനൊന്നും പോകാഞ്ഞത്. ഫ്ലൈറ്റിന് അങ്ങനെ കോക്പിറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും മിഡിൽ ഡെക്കിലെത്തി. ഇനി ഇവിടെ നിന്നും ലോവർ ഡെക്കിലേക്ക് പോയി നോക്കാം. ഏത് കമ്പാർട്ട്മെന്റിലോട്ടാ പോകുന്നത്? ഓക്കെ. ഇത് ചെറിയ ഒരു ഡെക്കാണ് കേട്ടോ. ഇതിന്റെ ഒരു സൈഡിലായിട്ട് കാണുന്നത് ഫ്ലൈറ്റിന്റെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ മെക്കാനിസം ലൂസാക്കി വേണം. ഈ വയറിന്റെ ഒക്കെ കണ്ടിട്ട് ഒക്കെ കട്ടായി. അറിയാം മിക്ക വയറുകളും കാണും. ചിലത് വയറിൽ തന്നെ നമ്പർ ഉണ്ടാവും. ചിലതില് നമ്മള് റൂട്ട് ചെയ്തിട്ട് നമ്പർ ഇടുന്ന സംഭവം ഉണ്ടാവും. ഇത് ടാഗിങ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ജോയിന്റ് അടിച്ചു. എന്നിട്ട് ഇതിലിപ്പോ ഈ ഒരു വയറ് മാറണമെന്നുണ്ടെങ്കിൽ എന്താ മെനക്കേട് പരിപാടിയാണെന്നറിയാം. പോയിരിക്കുന്ന വഴി മൊത്തം പോകണ്ടേ. ഇതിനകത്തൂടെയൊക്കെ നടന്ന് വർക്ക് ചെയ്യുന്ന ഇവരെ സമ്മതിക്കണം കേട്ടോ. നമ്മൾ വീണ്ടും അപ്പർ ഡെക്കിൽ തന്നെ എത്തി. ഇത് കണ്ടോ ഒരു ലോങ് വ്യൂ. അങ്ങനെ നമ്മൾ അവസാനം അതും കണ്ടു. അതായത് നമ്മുടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ആ സംഗതി. ഒന്ന് CVR ആയിരിക്കും, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ആയിരിക്കും. കോക്പിറ്റിനകത്ത് ATC ആയിട്ടോ കോക്പിറ്റിനകത്തോ തമ്മിൽ സംസാരിക്കുന്നതോ എല്ലാ സാധനങ്ങളും റെക്കോർഡഡ് ആയിരിക്കും അതിനകത്ത്. പക്ഷെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബൈറ്റ് ഇതായിട്ടായിരിക്കും റെക്കോർഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി തേണ്ട അപ്പുറത്ത് കിടക്കുന്ന 757-ലോട്ട് നോക്കുകയും കാറിൻ്റെ ഒക്കെ ബോണറ്റ് തുറന്നു വെച്ചേക്കുന്ന പോലെ അതിൻ്റെയും ബോണറ്റ് തുറന്നു വെച്ചേക്കും. ഇത് ഫ്ലൈറ്റിൻ്റെ നോസ് എന്നൊക്കെയാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. ഇതിനകത്താണ് ഫ്ലൈറ്റിൻ്റെ റഡാർ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത്. ഈ കമ്പനി ഓണറുടെ ഒരു കൊച്ചു ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഇവരുടെ ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന ചെറിയ റൺവേ. അങ്ങനെ ഈ ഒരു വിസിറ്റിംഗ് കൊണ്ട് പ്ലെയിനിനെ കുറിച്ച് ഒത്തിരി അറിവുകൾ കിട്ടി, കുറേ തെറ്റിദ്ധാരണകൾ മാറി കിട്ടി. താങ്ക്